നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിലെ കാര്യം ഒഫീഷ്യലായിരിക്കുന്നു. കരീം ബെൻസിമ അൽ ഹിലാലിൽ ചേർന്നിരിക്കുന്നു. 2 മത്സരങ്ങൾക്ക് മുമ്പ് വരെ അൽ ഇത്തിഹാദിനായിട്ട് സർവം സമർപ്പിച്ച് കളിച്ചിരുന്ന ഒരാൾ, അവിടെ തുടരുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ ഇപ്പോഴിതാ അവിടം വിട്ടിട്ട് അൽ ഹിലാലിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുന്നു. സൗദി പ്രോ ലീഗിലാണ് ഈ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്താണ് അൽ ഹിലാൽ ഒഫീഷ്യലി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്ന്. ഫ്രഞ്ച് സ്റ്റാർ കരീം ബെൻസിമ ഈസ് നൗ എ ഹിലാലി പ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിലവർ പറയുന്നത് താരത്തെ 1.5 വർഷത്തേക്കാണ്, 1.5 ഇയേഴ്സിലേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. സോ 2027 വരെയാണ് അദ്ദേഹത്തിന് സൈനിങ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കരീം ബെൻസിമ നമുക്കറിയാം ബാലൺ ഡി ഓർ വിന്നറാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ റയൽ മാഡ്രിഡ് വിട്ട് അദ്ദേഹം സൗദി ക്ലബിലേക്ക് ജോയിൻ ചെയ്തത് അൽ ഇത്തിഹാദിലായിരുന്നു 2023. അവിടെ തന്നെ അദ്ദേഹം തുടർന്നു. സെർജിയോ കോൺസിസാവോയാണ് ഇപ്പോൾ അവിടുത്തെ കോച്ച്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടക്കാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഓഫർ അൽ ഹിലാൽ കൊടുക്കുന്നത്, അൽ ഇത്തിഹാദ് കൊടുക്കുന്നത്. അൽ ഇത്തിഹാദ് കൊടുത്ത ആ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഓഫറിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. അദ്ദേഹം ടീമിൽ നിന്ന് വിട്ടുനിന്നു. ഒടുവിലൊരു സൊല്യൂഷൻ എന്ന രൂപത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ അൽ ഹിലാലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം ഈ ഒരു അൽ ഇത്തിഹാദിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൗദി പ്രോ ലീഗ് പോയ സീസണിൽ വിജയിക്കുകയുണ്ടായി, കിങ്സ് കപ്പ് വിജയിക്കുകയുണ്ടായി, അങ്ങനെയൊക്കെ മുന്നോട്ട് വന്നതാണ്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ട്വിസ്റ്റ് എന്ന് പറയാം, അദ്ദേഹം ഇതാ അൽ ഹിലാലിലേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.